പിന്നെ ഈ PPS ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തൈലം തേക്കൽ അങ്ങനെ സംഭവങ്ങളൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഡെലിവറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ തൈലം തേക്കലും മഞ്ഞളിടലൊക്കെ തുടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ PPS കഴിഞ്ഞതുകൊണ്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിനെ കാണിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുള്ളൂ. അതായത് തൈലം, മഞ്ഞൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ പ്രസവരക്ഷയുടെയൊക്കെ തുടങ്ങുള്ളൂ. അതുവരെ ഇപ്പം ജസ്റ്റ് ഒരു നോർമൽ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ വെറുതെ കുളിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബേബീനെ ആണെന്നുണ്ടെങ്കിലും പൊക്കിൾക്കൊടി പോയി കഴിഞ്ഞിട്ടാണ് ബേബീനെ കുളിപ്പിക്കുക. ഇപ്പോൾ പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ പൊക്കിൾക്കൊടി പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുളിപ്പിക്കുള്ളൂ. പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വീട് പോലെയാണ്. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, പ്രസവിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രയും ലാഘവത്തോടു കൂടിയാണ് അവിടെ ഡെലിവറി കഴിഞ്ഞ് പോകുന്നത് കേട്ടോ. എന്തോരം കേസസ് ആണെന്ന് അറിയാം. അവിടെ കൂടുതൽ മെയിൻ ഡെലിവറിയുടെ മാത്രമാണ് അവിടെ ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇൻഫെർട്ടിലിറ്റിയുടെ ഉണ്ട്, പിന്നെ കുട്ടികളുടെ ഡോക്ടറും ഉണ്ട് കേട്ടോ, ഓഫ് കോഴ്സ് ആയിട്ടും. കാരണം പീഡിയാട്രീഷ്യൻ വേണമല്ലോ എന്തായാലും. ഒരു ഡെലിവറി നടക്കുകയാണെങ്കിൽ അപ്പുറത്തെ പീഡിയാട്രീഷ്യൻ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു ഹോസ്പിറ്റലാണ്, നല്ല സ്റ്റാഫുകളാണ്. അതിൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് തോന്നുന്നൊരു 12,000 ആണ് നമ്മൾ ലാസ്റ്റ് പേ ചെയ്തത്. ബാക്കി ഡെലിവറിയുടെ എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 15,000 ഉള്ളിലാണ് സെക്കൻഡ് ഡെലിവറിക്ക് എനിക്ക് അവിടെ ആയത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുകയാണെങ്കിൽ PPS നമുക്ക് എക്സ്ട്രാ വന്നുകൊണ്ട് PPS നമുക്ക് 15 അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 15,000 രൂപയാണ്. ബാക്കി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നു ബില്ലും കാര്യങ്ങളൊക്കെ. ബാക്കി ഡെലിവറിക്കായിട്ടും അതുപോലെ ബേബിക്ക് കുറേ കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളും, എൻ്റെ ഡെലിവറിയുടെയും ബേബിയുടെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അറൗണ്ട് 25 അത്രയാണ് നമുക്ക് ടോട്ടൽ ഒന്ന് കോസ്റ്റ് വന്നത്. 40 ആണ് നമുക്ക് അറൗണ്ട് അവിടെ ടോട്ടൽ എമൗണ്ട് വന്നത് വിത്ത് PPS കേട്ടോ. PPSും കൂടെ ചെയ്തിട്ട് 45 ആണ് നമുക്കവിടെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഫുഡും എല്ലാ കാര്യങ്ങളും കൂടെ ഒക്കെ ആണെങ്കിൽ ഫുഡ് ഒരു മാക്സിമം 5, അപ്പോൾ ഒരു 45 ആണ് നമുക്ക് ശരിക്കും അവിടെ ഒരു കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അവിടുത്തെ അടുത്ത ഹോസ്പിറ്റലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം അഫോർഡായിട്ടുള്ളൊരു പ്രൈസാണ് അവിടെ ഉള്ളത്, ആക്ച്വലി ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. കാരണം പണ്ടത്തെ ഹോസ്പിറ്റലൊക്കെ ആയ സമയത്ത് റൂംസിൽ ഒട്ടും സൗകര്യമില്ല. അതുപോലെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേബർ റൂമിൽ നേരെ നടന്നിട്ട് വേണം നമ്മൾ സ്റ്റെയറൊക്കെ കയറിയിട്ടൊക്കെ വേണം നമ്മൾ റൂമിലേക്കൊക്കെ എത്താനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ലേബർ റൂം അടിപൊളിയാണ്. ലേബർ റൂമിൽ പാട്ട് കേട്ട് പ്രസവിക്കാം. അതുപോലെ സ്റ്റാഫൊക്കെ പണ്ടത്തെയും ഇപ്പോഴും ഒരുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ സൗകര്യങ്ങൾ ഫാ ബെറ്റർ. ഓക്കെ, പക്ഷെ റേറ്റ് ഇപ്പോഴും സെയിം ആണ്. 3 കാറ്റഗറീസ് റൂമാണുള്ളത്. നോൺ AC വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഡീലക്സ് റൂമുണ്ട്. എൻ്റെ സിസ്റ്ററിന് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീലക്സ് റൂമിലായിരുന്നു. കാരണം ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ, പിന്നെ സിസ്റ്ററിൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ഫാമിലി, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ ഇത്ര പേര് നിൽക്കാനേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. എത്ര പേർക്ക് വേണമെങ്കിൽ നിൽക്കാം കേട്ടോ. അവിടെ പ്രത്യേകിച്ച് കൂടുതൽ മുസ്ലിംസാണ് കൂടുതൽ വരുന്നത്. അപ്പം മുസ്ലിംസിൻ്റെ കാര്യം പറയണ്ടല്ലോ. കാരണം എനിക്കറിയാവുന്നത് കേട്ടോ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം മുഴുവനാണ് ഡെലിവറിക്ക് വരിക, നിറച്ച ആൾക്കാർ. പക്ഷേ നമ്മളെ വിഭാഗക്കാരൊക്കെയാണത് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അവിടേക്ക് പോകുന്നുണ്ടെന്ന്. ഹിന്ദുസും മുസ്ലിംസാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഹിന്ദുസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വിഭാഗക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്കുള്ള ആൾ, അതുപോലെ അതായത് ഒരു പ്രഗ്നൻറ്റ് ലേഡി, പിന്നെ 1-2 ആൾക്കാർ, അത്ര മാത്രമേ. പക്ഷേ മുസ്ലിംസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കല്യാണം പോലെയാണ് ആക്ച്വലി അവിടെ ഒരു പ്രസവം കൊണ്ട് നടക്കുക. അത് അത്രയും ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ ഒരു റൂമിൽ. അപ്പോൾ അവിടെ റൂമിൽ എത്ര ആൾക്കാർ നിൽക്കണം അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം AC റൂമാണെന്നുണ്ടെങ്കിലും നല്ല റൂമാണ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഡീലക്സ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൂമായിട്ടാണ്. AC റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ. നല്ല മിറേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാം, നമ്മളെ വയറൊക്കെ നമുക്ക് നേരെ കാണാം. പിന്നെ നോൺ AC റൂം എനിക്ക് അകത്ത് അറിയില്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമൊക്കെ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് റൂംസ്. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ റേറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ റേറ്റ് തന്നെയാണ് ഇപ്പോഴും. എനിക്ക് സോഫിയാമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സോഫിയാമ്മ പണ്ട് അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. എൻ്റെ 2 പ്രഗ്നൻസി അവിടെ തന്നെ, ഡെലിവറി അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോൾ ആളങ്ങനെ കൂടുതൽ സംസാരിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല.
സത്യത്തിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സത്യത്തിൽ സോഫിയാമ്മ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടെങ്കിൽ അടുത്ത് ചെന്നെങ്കിൽ നമ്മൾ പെട്ടെന്നെല്ലാം മറക്കും. അത്രയും പേടിയാണ് എനിക്ക്. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞപ്പോൾ ആള് വളരെയധികം സംസാരിക്കും. നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരും. എനിക്ക് എക്സസൈസ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആളാണ് പറഞ്ഞു തന്നത് കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പക്ഷെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഇപ്രാവശ്യം. പിന്നെ മൂന്നാമത്തതൊക്കെ ആയില്ലേ. മൂന്നാമത്തതായെന്ന് പറയുന്നത് കാര്യമില്ല കേട്ടോ. നമ്മൾ എവറി ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റോറികളാണ്. ഓക്കെ, ഓരോ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ ആള് ഭയങ്കര എലാബറേറ്റ് ചെയ്തിട്ട് പ്രാവശ്യം സംസാരിച്ചു കേട്ടോ. അത് വളരെയധികം ഒരു മാറ്റമുണ്ട്. പിന്നെ ആദിത്യ ഡോക്ടർ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ സ്കാനിങ്ങിനൊക്കെ പോണ സമയത്ത് നമ്മളിങ്ങനെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ റിപ്പോർട്ട് വരും, നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ ഡോക്ടറാണ് അവിടെ സ്കാൻ ചെയ്യാനുള്ളത്. ആള് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് കുഞ്ഞു ബേബിയുടെ തല, ഇതാണ് കുഞ്ഞു ബേബിയുടെ കൈ, ഇതാണ് കുഞ്ഞു ബേബിയുടെ മുതുക്, ഇതാണ് കുഞ്ഞു ബേബിയുടെ വയറ്, കാല് എന്നൊക്കെ സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾ ആള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. പിന്നെ എനിക്കെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മലന്ന് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വയറ് കൊടുത്തില്ല കേട്ടോ. സ്കാനിങ്ങിന് പ്രത്യേകിച്ച് നമ്മൾ മലന്ന് കിടക്കണമല്ലോ. അപ്പോൾ അത് കിടന്ന് കഴിയുമ്പോഴേക്ക് എൻ്റെ കാലൊക്കെ ഫുള്ള് പോശി പിടിക്കും. വയറൊന്നും അനക്കാൻ പറ്റില്ല, അത്രയും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേറെയുള്ള ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എണീറ്റ് പൊക്കോന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് സഹിച്ച് പിടിച്ച് നമ്മളങ്ങ് എണീറ്റ് പോവും. പക്ഷേ ഈ ഡോക്ടർ നമ്മുടെ കാലൊക്കെ നന്നായിട്ട് അടവി തന്ന് കംഫർട്ടാക്കി, കുഴപ്പമില്ല പതിയെ പോയാൽ മതി, ടൈം എടുത്ത് ഓക്കെ ആയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കംഫർട്ടാക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് റൂമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ചോദിക്കും, കറക്റ്റ് പറഞ്ഞു തരും. പിന്നെ ടെസ്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് എന്തിനുള്ള ടെസ്റ്റാണ്, ഇത് എന്താണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ എന്നാൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരാൾ നിങ്ങളങ്ങോട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പക്ഷേ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ PPS എന്താണ്, PPS ചെയ്യാൻ പോകണം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക, ഇത്ര ദിവസം റെസ്റ്റ് എടുക്കണം, ഇത്ര ദിവസം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ആൾ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എനിക്ക് ആദിത്യ ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരാളാണ്. പിന്നെ സോഫിയാമ്മയുടെ കാര്യം പറയണ്ട, എല്ലാവർക്കും അറിയുന്നതാണ്. പെരിന്തൽമണ്ണയിൽ സോഫിയാമ്മ ഡോക്ടർ ഹോസ്പിറ്റൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഫാമിലിയുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് വേണം പറയാനായിട്ട്. എൻ്റെ വല്യച്ഛൻ്റെ മോൾ ഇനിയിപ്പോൾ അടുത്ത ഡെലിവറി എൻ്റെ വല്യച്ഛൻ്റെ മോൾ പ്രഗ്നൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ PPS ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റോറി കേട്ടിട്ട് കുറേ പേര് പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിലൊരു പേടി സ്വപ്നമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ചെയ്യുക. ഒരു 2 മണിക്കൂർ അതുപോലെ നല്ല പെയിൻ വരും, അതുപോലെ മാക്സിമം 2 ദിവസം അത്രയ്ക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ പെയിൻ ഉള്ളൂ. പിന്നെ നമ്മൾ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ട് നമ്മൾ എന്താ പറയുക സെക്ഷൽ ജേണിയൊക്കെ നമ്മൾ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് കൊച്ചുണ്ടാവുന്നുള്ള പേടിയും പേടിക്കണ്ട. അപ്പോൾ ആ കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ PPS ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഗോ ഫോർ ഇട്ട് എന്ന് വേണം പറയാനായിട്ട്. കാരണം 2 മണിക്കൂർ നല്ല പെയിൻ, 2 ദിവസം മാക്സിമം ഒരു കുഞ്ഞു പെയിൻ, അത്രേ ഉള്ളൂ. ഫീഡ് ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അതായത് എങ്ങനെയാണ് ഫീഡ് ചെയ്തതെന്ന്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവറി 2 hours കൂടുമ്പോഴാണ് ബേബീസിനെ ഫീഡ് ചെയ്യുക. ഇപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ 20 minutes കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഒരു സൈഡിൽ 20 minutes കൊടുക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഒരു ആശാ വർക്കർ വന്നിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞത് ഒരു സൈഡിൽ ഫുള്ള് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും എണീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഫുള്ള് കൊടുക്കുക, അങ്ങനെ പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾക്ക് രണ്ടും ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 2 weeks ഒക്കെ മാക്സിമം നമ്മൾ 2 hours ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ഫീഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബേബിക്ക് എപ്പോഴാണോ ആവശ്യം, ബേബിക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു കുഞ്ഞു സൗണ്ട് പോലെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ബേബി വിശക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫീഡ് ചെയ്യാം. അതുപോലെ ഫുഡിൻ്റെ കാര്യം, ഒരു 2 weeks നമ്മൾ നോണൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ ഉണക്കമീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാം. പിന്നെ ചിക്കൻ അങ്ങനെ ഫുള്ള് നോണ് കഴിക്കേണ്ടാവുന്നില്ല. നമ്മളിപ്പോൾ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി അല്ലെങ്കിൽ ഒരു ഒറ്റ കഷ്ണം, ഞാനൊക്കെ കഴിക്കാറുണ്ട്, ഒരു ഒറ്റ കഷ്ണം, ഒരു കുഞ്ഞൊരു ചിക്കൻ്റെ കഷ്ണമൊക്കെ കഴിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഒരു അത്യാവശ്യം ഒരു 15 days എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നോണൊക്കെ ഒഴിവാക്കുക, നല്ല ഇലക്കറികൾ കഴിക്കുക, കൂടുതൽ പയറുവർഗ്ഗങ്ങളൊന്നും കൂടുതൽ കഴിക്കാതിരിക്കുക കേട്ടോ, കാരണം ഭയങ്കര ഗ്യാസൊക്കെ വരും ബേബിക്ക്. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ അത്യാവശ്യം ഒഴിവാക്കുക, ഇലക്കറികൾ കൂടുതൽ കഴിക്കുക. പിന്നെ ഇനി ബേബീനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് നോർമലി ഇലക്കറികൾ ആയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ കിട്ടാൻ കുറവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കഴിക്കുന്നത്. നോണ് കുറച്ച് കുറയ്ക്കുന്നേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണക്കമീനൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഉള്ളിച്ചോറ് കഴിക്കാറുണ്ട് ഞാൻ, അതായത് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നാടൻ മുട്ട 2 പൊട്ടിച്ച് ഒഴിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് മിക്സ് ചെയ്യും, കുറച്ച് ഉപ്പിടും, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അത് ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കാറുണ്ട് കേട്ടോ. നമ്മൾ വയറിൻ്റെ ഉള്ളിലുള്ള മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണങ്ങാനും വയറ് അത്യാവശ്യം നന്നായിട്ട് തണുക്കാനും ഒക്കെ ആയിട്ടാണ്. ചെറിയ ഉള്ളി നല്ല തണുപ്പാണ്, പിന്നെ മഞ്ഞളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കഴിക്കാറുണ്ട്. പിന്നെ ഇനി 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രസവരക്ഷയുടെ മരുന്നുകളുള്ള കഞ്ഞികൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. ഇപ്പോൾ നോർമൽ ഇത് തന്നെയുള്ളൂ, ഈ ഒരു 4 ചുമരുള്ള റൂം ഇത് തന്നെയുള്ളൂ. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുക, കൈ കഴുകാൻ മാത്രം, പ്ലേറ്റ് കഴുകാൻ മാത്രം ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെ നടക്കാറില്ല. ശരിക്കും നടക്കണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഒരു 20 minutes നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാലം നീരുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ നടക്കുന്നില്ല, ഫുള്ള് കിടപ്പം തന്നെയാണ്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ 4 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. പിന്നെ ത്രൂ ഔട്ട് ഫുള്ള് ചൂടുവെള്ളം തന്നെ ഞാൻ കുടിച്ചിരുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഒരു 3 liters വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഒരു ദിവസം ഞാൻ. പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിലാക്കിയിട്ട് ചെയ്യാം, ആഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞു ബേബിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബേബി നല്ല ഉറക്കമാണ് ആള്. ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം നന്നായി കരഞ്ഞിട്ടുണ്ടാവും കേട്ടോ. രാത്രി ഞങ്ങൾ വിചാരിച്ച് ഈശ്വരാ ഉറക്കമൊക്കെ പോയി. എൻ്റെ ജിമ്പു ജിമ്പ് 2 ദിവസം എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ദിവസം പോലും ഉറക്കം കളഞ്ഞിട്ടില്ല കേട്ടോ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. പക്ഷേ ഈ ചെക്കൻ എൻ്റെ 2 ദിവസത്തെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്, ഫസ്റ്റത്തെ 2 ദിവസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വരാ അവൻ രാത്രിക്ക് ഫുള്ള് കരച്ചിലാന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് ഉറങ്ങും. രാത്രി പാല് കുടിക്കാൻ എണീക്കും. ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാൻ എന്താ പറയുക അലാം വെച്ചിട്ടൊക്കെ എണീക്കും, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുമായിരുന്നു. പിന്നെ അവൻ എന്നെ വിളിച്ച് എണീപ്പിക്കും, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അപ്പം ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ അമ്മയും ജിമ്മും താഴെ കിടക്കുക. അപ്പോൾ അമ്മ എണീക്കും, എന്നിട്ട് വിളിച്ച് പറയും ഇന്ദു കുട്ടി വിളിക്കുന്നുണ്ട്, പാല് കൊടുക്ക്. ഇപ്പം അങ്ങനത്തെ അവസ്ഥയുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് എണീപ്പിക്കും, എന്നെ അല്ലെങ്കിൽ അമ്മേനെ വിളിച്ച് എണീപ്പിക്കും. അപ്പം ഞാൻ പാല് കൊടുക്കും, പാല് കുടിച്ച് കഴിഞ്ഞ് തട്ടിക്കൊടുക്കും. വയറിൻ്റെ തൊട്ട് മേലെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ബേപ്പ് ചെയ്യുക. അങ്ങനെയാണ് ബേപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ബേപ്പ് ചെയ്യും. പിന്നെ ബേബിനെ കിടത്തും, ബേബി കിടന്നുറങ്ങും. അടിപൊളി കേട്ടോ. കുറുമ്പൊന്നുമില്ല, നൈസായിട്ട് പോകുന്നുണ്ട് ടിൽ ഇതുവരെ. അപ്പോൾ ബേബിയും ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. അപ്പൂസനെ ഇവിടെ ഇല്ല, അപ്പൂസൻ വിൻചേട്ടൻ്റെ കൂടെയാണ്. ഇപ്പം ജിമ്മു മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു പ്രീ ഡെലിവറി സീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്സ് ഉണ്ട്, അത് 5 lakh വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു പേളി മണീനെ പോലൊരു ഡെലിവറി സ്റ്റോറി പറയണം, അത് ഭയങ്കര ഹിറ്റാവണം എന്നൊക്കെ. അതൊക്കെ കുറച്ചൊക്കെ നടന്നു കേട്ടോ. ഒരു രസമല്ല തരത്തിൽ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുക, ഒരു സ്റ്റോറി പറയുക, ആരെങ്കിലുമൊക്കെ കേൾക്കുക, ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, ആക്ച്വലി അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചോറൂണൊക്കെ വരെ തന്നെ ഇതൊക്കെ നടക്കുള്ളൂ തോന്നുന്നുണ്ട്. ചോറൂണ് കഴിഞ്ഞ് എനിക്ക് ജോലിക്കും കാര്യങ്ങളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നടക്കുമെന്ന് അറിയില്ല, എങ്കിലും മാക്സിമം നോക്കട്ടെ. അപ്പോൾ ഇതുവരെ കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്.